റെയിൽവേ പാലക്കാട് ഡിവിഷന്റെ ഭാഗമായിരുന്ന മംഗലൂരു മേഖലയെ ഏത് ഡിവിഷന്റെ കീഴിലേക്കാണ് മാറ്റിയത്? മൈസൂരു ഡിവിഷൻ. രക്തക്കുഴലുകൾ വീണ്ടും അടഞ്ഞു പോകുന്നത് പരിഹരിക്കുന്നതിനായി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി വികസിപ്പിച്ച് വിപണിയിലെത്തിച്ച സ്റ്റെന്റിന്റെ പേരെന്ത്? ചിത്ര കോർ ഡ്രഗ് എല്യൂട്ടിംഗ് സ്റ്റെന്റ്. വിദ്യാർത്ഥികളെ നീന്തൽ പഠിപ്പിക്കാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതി ഏത്? അക്വാഫിറ്റ്. 2027 സന്തോഷ് ട്രോഫി വേദിയാകുന്ന സംസ്ഥാനം ഏതാണ്? 2027 നടക്കുന്ന 80ാമത് സന്തോഷ് ട്രോഫി ഫൈനൽ റൗണ്ടിന് കേരളം ആതിഥേയത്വം വഹിക്കും. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായിട്ടാണ് മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. തമിഴ്നാട്ടിൽ നവജാത ശിശുക്കൾക്ക് മുഖ്യമന്ത്രിയുടെ വകയായി സ്വർണമോതിരം നൽകുന്ന പദ്ധതിയുടെ പേരെന്ത്? തായ്മാമൻ തങ്കമോതിരം. സെപ്റ്റംബർ 15 മുതൽ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സ്വർണമോതിരം, ബേബി കിറ്റ് എന്നിവ വിതരണം ചെയ്യും.